ഹായ് ഹലോ ദേ എല്ലാവരും കാത്തിരുന്ന വീഡിയോ ഇതാണ് കേട്ടോ. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്നല്ലേ, അല്ല ഞാനൊരു സ്റ്റോറി ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഈ സ്ഥലം എവിടെയാ എങ്ങനെയാ പോണ്ടേന്നുള്ളത്. സ്പോട്ട് വരുന്നത് നമ്മുടെ ജവഹർ കോളനിയിലാണ്, വൃന്ദാവനം ഹിൽസിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. നമ്മൾ പാലോടുന്ന മടത്തറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ ജവഹർ കോളനി. അതിന് തൊട്ട് മുമ്പേ ആയിട്ട് വൃന്ദാവനം ഹിൽസ് എന്നുള്ളൊരു ബോർഡുണ്ട്. ആ കാണുന്ന വഴി ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ മുന്നിലേക്ക് വലിയൊരു കയറ്റമാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ വൃന്ദാവന ഹിൽസിലെത്താൻ. ആ ഒരു കയറ്റം കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറക്കായി. ഈ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ബോർഡുകൾ അവർ വെച്ചിട്ടുണ്ടേ. പിന്നെ വീണ്ടും ഒരു കയറ്റമാണ്. അപ്പോൾ ഈ ഒരു കയറ്റം കൂടി കയറി തീരുമ്പോഴത്തേക്കും നമ്മളിതേ സ്പോട്ടിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി പോകുന്ന വഴിക്ക് ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വിജനമായ വഴിയാണ് കേട്ടോ. വിജനമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റബ്ബർ തോട്ടമാണ്. ആ തോട്ടത്തിനകത്തൂടെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണണേ. സത്യം പറയാലോ, ഒരു മലയെ സ്വർഗമാക്കി നിർത്തിയേക്കാണ് കേട്ടോ ഇവർ. പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. കുറേ ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകുന്നുണ്ടായിരുന്നു. കുറേ ആളുകൾ കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണേ. അങ്ങനെ ഞങ്ങൾ കുന്നും മലയൊക്കെ കയറി ഞങ്ങളത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല സൂര്യകാന്തി പൂക്കൾ ഇവിടെ നിൽപ്പുണ്ടേ. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പൂന്തോട്ടത്തിനകത്ത് കയറാൻ പറ്റുള്ളേ. ഒരു വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവരുടെ മുന്നിൽ കൂടി പാസ് ചെയ്ത് പോയിട്ടില്ലേ. ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മുന്നോട്ട് പോയത്. കുറച്ച് നേരത്തെ സന്തോഷം അത് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളതാണെങ്കിൽ അത് അടിപൊളിയല്ലേ. ഇനി കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ജമന്തി പൂക്കളുടെ ഒരു സാഗരം തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു പൂക്കളുടെ മണവും ചെറിയൊരു കാറ്റും എൻ്റെ പൊന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ആ റിസോർട്ടുകളുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്. ഇവിടെ ചെറിയ പാട്ടുകളോട് കൂടിയാണ് കേട്ടോ ഞങ്ങളെ വരവേൽക്കുന്നത്. ആർക്ക് വേണമെങ്കിലും പോയി നിന്ന് പാടാൻ താല്പര്യമുള്ളവരൊക്കെ നിന്ന് പാടുന്നുണ്ടായിരുന്നേ. നമ്മൾ ഈ പൂന്തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഈ പൂന്തോട്ടത്തിൽ ഒരു പൂമ്പാറ്റയായി മാറിപ്പോകുന്നുണ്ട് കേട്ടോ. മുന്നിലൂടെയുള്ള വഴികളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വയം തോന്നിപ്പോകും നമ്മളൊരു പൂമ്പാറ്റയായി മാറിയിരുന്നെങ്കിലെന്ന്. പിന്നെ ഇവിടെ ഒരു ചെയറൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു യെല്ലോ കളറ് ജമന്തിപ്പൂക്കളും ഓറഞ്ച് കളർ ജമന്തിപ്പൂക്കളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പോകുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് പൂക്കളൊന്നും പിച്ചിയെടുക്കാൻ പാടില്ല കേട്ടോ. ഫോട്ടോ എടുക്കുന്ന സ്പോട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നേ. ഓരോരുത്തരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എൻട്രി ഫീസ് ഇല്ല കേട്ടോ ഇവിടെ. പിന്നെ പൊന്മുടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഒരു സ്പോട്ടിലും കൂടി വരണമെന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഇതിൻ്റെ ഒരു ഭംഗി 4:1 പോലും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കേട്ടോ വേറൊരു കാര്യം. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സ്പോട്ടിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സന്ധ്യ സമയം ആയതുകൊണ്ട് തന്നെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പാത്തുവിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ പാത്തുവിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ സൺസെറ്റും കാണാൻ പറ്റിയത്. ബാക്ക്ഗ്രൗണ്ടിൽ സൺസെറ്റോട് കൂടിയുള്ള പിക്ചറൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടാണ് എൻ്റെ ഫോണിൽ 4:1 പോലും ഈ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭംഗി ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഈ പൂന്തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന പാത്തുവിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ ഒരുപാട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു പൂന്തോട്ടത്തിനകത്ത് കയറിയിട്ട് എനിക്ക് തിരിച്ചിറങ്ങാൻ തോന്നിയില്ലായിരുന്നു കേട്ടോ. എത്ര കണ്ടിട്ടും കൊതി തീരാത്തതുപോലെ തോന്നുന്നുണ്ട്. പൂക്കളെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു പൂന്തോട്ടം ഇഷ്ടാവേ. ഇനി വരുവാണെങ്കിൽ ഒരു ഈവനിങ് വരിക കേട്ടോ. ഈ ഒരു വെയിലൊക്കെ താഴ്ന്ന ശേഷമാണ് കേട്ടോ ഈ ഒരു പൂന്തോട്ടത്തിന് ഭംഗി കൂടുതലുണ്ടാവുക. പൂന്തോട്ടത്തിനുള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വേലികൾ തീർത്തിട്ടുണ്ടേ. ആ ഒരു വേലികളും നടപ്പാതയൊക്കെയാണ് കേട്ടോ ഈ ഒരു പൂന്തോട്ടത്തിന് മാറ്റു കൂട്ടുന്നത്. അങ്ങനെ ഈ പൂന്തോട്ടം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി ഞാൻ കാണുന്നുണ്ടായിരുന്നേ. എന്തോ ഇതിനകത്തുകൂടി നടക്കുമ്പോൾ മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമ ഉണ്ടായിരുന്നേ. അപ്പോൾ മനോഹരമായ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു പൂന്തോട്ടത്തെക്കുറിച്ചൊക്കെ അറിയുന്നതും കേൾക്കുന്നതൊക്കെ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ മനോഹരമാണ് ഈ ഒരു പൂന്തോട്ടം. പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ടാണെങ്കിൽ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പൂന്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പൂന്തോട്ടത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. നീ തണി ഉയലിട്ടല്ലോ കൊടിയുടെ
കൊടുത്തല്ലോ. മറ്റൊരാളെ സന്തോഷിപ്പിക്കാനുള്ള കിട്ടുന്ന ഒരു അവസരം, അതാണ് ഒരു നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവസരങ്ങളൊന്നും. അപ്പോൾ ഇതേ നമ്മുടെ പാത്തുവിൻ്റെ പാട്ടുപാടൽ കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. ഈ സ്ഥലം സന്ദർശിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ റിസോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ വന്നിരിക്കുന്നുണ്ടായിരുന്നേ. ഒരു ഡിസംബർ മാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടയൊക്കെ ഇറങ്ങുന്നത് കാണാൻ പറ്റുമേ. പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് വരും കേട്ടോ, അടിപൊളിയാണേ. അപ്പോൾ എനിക്ക് ഇനിയും പറയാനുള്ളത്, ഈ സ്പോട്ടിൽ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരിക. നമ്മുടെ മടുത്തറയിൽ നിന്നും പാലോട് പോകുന്ന വഴിക്ക് ജവഹർ കോളനി കഴിഞ്ഞിട്ടാണേ. അപ്പോഴേക്കും ഈ അമ്പഴങ്ങിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഉണ്ടാവുന്ന കാർഷിക വിളകൾ ഇവിടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തും ഒത്തിരി ആളുകൾ വരുന്നുണ്ടായിരുന്നേ. ഇനിയും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നായി ഈ ഒരു സ്ഥലവും മാറിയിട്ടുണ്ടേ. രാത്രി ആയാൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചിറങ്ങി പോവുക, പേടിയാവില്ലേ എന്നൊക്കെ തോന്നുമല്ലേ? പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒത്തിരി വണ്ടികൾ കയറി വരുന്നതുമുണ്ട്, അതുപോലെ തിരിച്ചിറങ്ങി പോകുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡൊക്കെ കയറി വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ നന്ദിയോടെ ഒന്ന് ഇറങ്ങി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയും മുളക് ബജിയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഏകദേശം വിതിരയിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പെറോട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ഫ്രൈയും ബീഫ് ചില്ലിയായിരുന്നു കേട്ടോ. ബീഫ് ചില്ലി അടിപൊളിയായിരുന്നേ. അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് സൺഡേ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.